ആ പാവത്തങ്ങൾ കുറെ കാര്യങ്ങൾ കെന്നഡി പറയുകയാണ്. ഈ ഹിജാബിന്റെ മറവിൽ വേറെ മറ്റു പല കാര്യങ്ങളും സാധ്യമാക്കാൻ ശ്രമിക്കുന്നു. പൊതുവെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിനകത്ത് ഈ പറഞ്ഞ മതിലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡ്രസ് കോഡ് അവതരിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ, അതിനുള്ള മറുപടി എന്താണ്? അതായത് മിസ്റ്റർ കെന്നഡിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ വിധിന്യായത്തിൽ തന്നെ, വിശ്വാസപരമായിട്ടുള്ള വിധിന്യായത്തിൽ തന്നെ എല്ലാ നിയമ വിദ്യാർത്ഥികളും നോക്കുന്ന ഒരു കേസുണ്ട്, ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അത് കുറച്ചും ഇവിടെ അഭിഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്ന് വെച്ചാൽ ഈ യഹോവായ സാക്ഷികളുടെ വിശ്വാസപ്രകാരം ദേശീയ ഗാനം അവർക്ക് എന്താ പറയാ ആലപിക്കാൻ പാടില്ല. അപ്പോൾ അതിനെതിരെ 3 കുട്ടികൾ അത് ആലപിക്കാതിരിക്കുകയും സ്കൂളുകൾ പുറത്താക്കുകയും ചെയ്തപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറയുകയാണ് ദേശീയഗാനം പാടുന്നതുകൊണ്ട് നിങ്ങളുടെ മതപരമായ ഒന്നും വ്രണപ്പെടുന്നില്ല, അതുകൊണ്ട് തള്ളി. പക്ഷെ അത് സുപ്രീം കോടതി ഹൈക്കോടതി നടത്തിയ വിധിയെ തള്ളുകയും അത് അവരുടെ വിശ്വാസപ്രകാരം ലോകത്തെവിടെയും യഹോവായ സാക്ഷികൾ അങ്ങനെ ദേശീയഗാനം ആലപിക്കാറില്ല എന്നും സുപ്രീം കോടതി അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ ലോജിക്കിന് വഴങ്ങുന്ന ഒന്നല്ല എന്നുള്ളത്. അതാണ് എനിക്ക് മിസ്റ്റർ കെന്നഡിയോടും പറയാനുള്ളത്. എന്റെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലോജിക്കിന് വഴങ്ങുന്നില്ലെങ്കിൽ അത് വഴങ്ങുന്നില്ല എന്ന് പറയുക. അതിനെക്കുറിച്ച് നിങ്ങൾ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ട് അത് എന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വരരുത്. എന്റെ വിശ്വാസപ്രകാരം ഞാൻ തീരുമാനിക്കാം ഞാൻ ഹിജാബാണോ ധരിക്കേണ്ടത്. ഇനി നാളെ ഈ ഹിജാബ് ധരിച്ച് എനിക്ക് നിക്കാബാണ് ധരിക്കേണ്ടെങ്കിൽ അത് ചെയ്യാം. അത് മറ്റൊരു വിഷയമാണ്. അതിനെ നിങ്ങൾ ചാക്കിട്ട് മൂടുക എന്ന പ്രയോഗമൊക്കെ നടത്തുമ്പോൾ എന്തായാലും അത് അത്രയും മോശമായ ഒരു പരാമർശം ഞാൻ ഒരിക്കലും കന്യാസ്ത്രീകളുടെ കുറിച്ച് നടത്തുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. കർണാടകയിലെ വിഷയം എന്ന് പറയുന്നത് കർണാടകയിൽ ഒരാളും നിക്കാബിന് വേണ്ടിയല്ല അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. കോളേജുകളിൽ സ്കൂളുകളിൽ നടക്കുന്നത് നിക്കാബിന് വേണ്ടിയുള്ള ഫൈറ്റ് അല്ല, അത് ഹിജാബിന് വേണ്ടിയുള്ള ഫൈറ്റ് ആണ്. നിക്കാബ് ധരിക്കണോ, നിക്കാബ് അവകാശമാണോ, നിക്കാബ് ഇസ്ലാമിലുണ്ടോ, ഇസ്ലാമിലുണ്ടെന്നുള്ള ചർച്ചയൊക്കെ മിസ്റ്റർ കെന്നഡിക്ക് പിന്നെ നടത്താം. പക്ഷെ കർണാടകയിൽ ഇപ്പോൾ നടക്കുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളുകളിൽ കയറാനുള്ള അവകാശത്തെ കുറിച്ചാണ്. അത് ഇത്രയും കാലം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടുള്ള ഒരു അവകാശമാണ്. അതിനാണ് കുട്ടികൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിക്കാബ്, പർദ, ചാക്ക് എന്ന പ്രയോഗങ്ങളൊക്കെ നടത്തി മിസ്റ്റർ കെന്നഡി ഇവിടെ നടത്തുന്നത് വളരെ വ്യക്തമായ വംശീയ അതിക്രമമാണ്, വംശീയ വിദ്വേഷമാണ്. ഇവിടെ RSSകാരും സംഘപരിവാറും ഒക്കെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ ഭാഷ തന്നെയാണ് മിസ്റ്റർ കെന്നഡിക്കും ഇതിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല കെന്നഡി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഹിജാബിനെ കുറിച്ചാണ്, സമരം ഹിജാബിന് വേണ്ടിയാണ്, കേസ് നടക്കുന്നത് ഹിജാബിന് വേണ്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ നിക്കാബും ബുർഖയും ഒക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ചെയ്ത് ഇതാകെ കുഴപ്പമാണെന്ന് സ്ഥാപിക്കാനുള്ള ആസൂത്രിതമായ പണിയുണ്ടെന്ന്. അല്ല, നമ്മുടെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ. 10-30 കൊല്ലമായി ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കേവലം ഏതാനും പേരും ഹിജാബ് കണ്ടു. ഞാൻ എന്തായാലും 24 വയസ്സിനിടയ്ക്ക് സൗദി അറേബ്യയിൽ ഒന്ന് പോയിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൗദി അറേബ്യയിലെ പാകിസ്ഥാനിലോ ഇറാനിലോ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളും വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സൗദി അറേബ്യയിലെ രാജകുമാരന് പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ഇസ്ലാമിന്റെ അഭിപ്രായമാണ് എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. അത് സൗദി അറേബ്യയിലെ രാജകുമാരൻ എടുക്കുന്നതാണ് ഇസ്ലാമിന്റെ വിധി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു നിയമം എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ തോന്നലാണ്. ഞങ്ങൾക്ക് എന്തായാലും അത് അങ്ങനെയല്ല. അല്ല, കെന്നഡി പറയുന്നത് കൊച്ചിയിൽ എന്തോ ആളുകൾ ഇപ്പോൾ ബുർഖ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊച്ചിയിലെ ആളുകളുടെ ഡ്രസ് കോഡ് മാറിയെന്നാണ്. ഡ്രസ് കോഡ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയല്ലേ? നമ്മൾ എന്തുമാത്രം പുതിയ ഫാഷൻ പരീക്ഷിക്കുന്നു. താങ്കൾ ഇടുന്ന ഉടുപ്പ്, അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിൽ താങ്കളുടെ സുഹൃത്തുക്കളായ ആളുകൾ ഇടുന്നത്, താങ്കളുടെ കുടുംബാംഗങ്ങൾ, നമ്മളിപ്പോൾ ഇടുന്ന ടീഷർട്ടും ഈ പറഞ്ഞ ലെഗിൻസും ഒന്നും ഇവിടെ സാമൂതിരി കണ്ടുപിടിച്ചതല്ലോ, എല്ലാം പുറത്തുനിന്ന് വന്നല്ലേ. നിഷാദേ, അതാണ് പ്രശ്നം. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ കൊച്ചിയിൽ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് കണ്ടു എന്ന് പറയുന്നത് ഞാൻ കണ്ട ആലുവ അല്ല ഇന്നത്തെ ആലുവ. ഞാൻ 30 കൊല്ലം കണ്ട പെരുമ്പാവൂരല്ല ഇന്നത്തെ പെരുമ്പാവൂര്. ഞാൻ കണ്ട മൂവാറ്റുപുഴ അല്ല. ഞാൻ വെറും എറണാകുളം ജില്ലയിലെ മാത്രം കാര്യമാണ് പറയുന്നത്. അത് ശരി. അപ്പൊ പറഞ്ഞെല്ലാം കൃത്യമാ. എന്താ സാറിന് ചെറിയ വട്ടുണ്ടെന്നുള്ള കാര്യം കേരളത്തിന്റെ മൊത്തം പോലും പറയുന്നില്ല, ഒരു ചെറിയ പ്രദേശത്തിലെ മാറ്റം തന്നെയാണ് ഞാൻ പറയുന്നത്. കെന്നഡി കരിമ്പിങ്കാലയ്ക്ക് എന്തു പറ്റി? അല്ല, പറയട്ടെ.
അങ്ങനെ മാറുന്നതുകൊണ്ട് താങ്കളുടെ ഉണ്ട്, ഒരുപാടുണ്ട്. എന്താ മാറ്റം? നിഷാദിന്റെ കാറിൽ ഫിലിം ഒട്ടിക്കാൻ പോലീസ് അനുവദിക്കുമോ? എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? നിഷാദിന്റെ കാറ് നിഷാദ് കാശ് കൊടുത്ത് നിഷാദ് വാങ്ങി നിഷാദ് ഡ്രൈവ് ചെയ്ത് നിഷാദ് റോഡ് ടാക്സ് അടച്ച് നിഷാദിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ ഇറങ്ങുമ്പോ ആ ഫിലിം ഒട്ടിച്ചാൽ കാർ ഓടിക്കാൻ അനുവദിക്കുമോ? പോലീസ് പെറ്റിയടിക്കും. കാരണം നിഷാദിനില്ല സൗകര്യം. നിഷാദിന്റെ മുഖം മറയ്ക്കാൻ പബ്ലിക്കിൽ വേണ്ട. മുഖം മറച്ചോ ലതീത? വീട്ടിനകത്ത്, പെരക്കകത്ത്, പബ്ലിക്കിൽ പാടില്ല. പബ്ലിക്കിന് റൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇയാൾക്ക് തലക്കെന്താ ആര് നടക്കുന്നു? ഞങ്ങളുടെ സുരക്ഷിതത്വം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം കഴിഞ്ഞേ വ്യക്തി സ്വാതന്ത്ര്യമുള്ളൂ. അല്ല, രാജ്യം തീരുമാനിക്കും. തീരുമാനിക്കുന്നത് ഭരണഘടനയെ മുൻനിർത്തിയല്ലേ? അതിന്റെ തുടക്കമാണിത്. രാജ്യം അത് നിർണ്ണയിക്കേണ്ടത് ഭരണഘടനയെ മുൻനിർത്തിയല്ലേ? കർണാടക ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെ. തൊട്ടുപുറകെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാകുമെന്ന് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഭയം? ഇന്ത്യ മുഴുവൻ ഒരു നിയമം എല്ലാവർക്കും നടപ്പാക്കുമെന്ന് പറയുമ്പോൾ പ്രസംഗമാക്കണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.